കുടുംബജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യൻ്റെ കൂടെ ഒരുപാട് കാലം താമസിക്കലാണ്. അങ്ങനെ ധാരണയുള്ള ഒരുപാട് പ്രാഞ്ചേട്ടന്മാർ ഈ പ്രവാസ ലോകത്തുണ്ട്. നമുക്ക് അവരോട് സംസാരിക്കാനോ മറുപടി കൊടുക്കാനോ താല്പര്യം ഉണ്ടാവില്ല. വളരെ നല്ല രൂപത്തിൽ ഫാമിലിമാർ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ചില ആളുകളുടെ ചോദ്യങ്ങൾ കേട്ടാൽ തന്നെ നമുക്കറിയാം അതിൻ്റെ ബാക്കിൽ എന്താണെന്നുള്ളത്. പരിചയപ്പെട്ട ഫസ്റ്റ് ചോദ്യമാണ് എന്ത്, എത്ര വർഷമായി നോക്കും. അപ്പോൾ 15 വർഷമായി എന്ന് പറയുമ്പോൾ മാഷാ അല്ലാ കണ്ടാൽ പറയില്ല കേട്ടോ എന്ന് പറയുമ്പോൾ ഒരു സുഖിപ്പിക്കലാണ്. നെക്സ്റ്റ് ചോദ്യം, എന്തെങ്കിലുമൊക്കെ ഏർപ്പാട് ബിസിനസ്സൊക്കെ തുടങ്ങിക്കൂടെ, മൂപ്പര് ബിസിനസ്സുകാരനായിരിക്കും. അതിനകത്ത് ചിന്തിക്കണില്ല, ഞാൻ നാട്ടിൽ പോകല്ലേ, ഫാമിലിയുടെ കൂടെ ജീവിക്കണം എന്ന് പറയുമ്പോൾ വേണം നമുക്ക് പിന്നെ ആ പ്രശ്നമില്ല. കുടുംബജീവിതം കിട്ടിയെന്ന് പറഞ്ഞു. എന്താ പറയുക, അതെന്ത് ജീവിതം അല്ല ഫാമിലിയോടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര കുട്ടികളുണ്ട് നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. 4 കുട്ടികളുണ്ട്. അതിൽ 3 കുട്ടികൾ അവിടെ തന്നെയാണ് പഠിക്കണതൊക്കെ. ഉമ്മിപ്പൊക്കെ അവിടെ തന്നെയാണ്. മോള് ഇവിടെ ഉണ്ട് എൻ്റെ ഒപ്പം. ഞാൻ അടുത്തേക്ക് പറഞ്ഞു അത് കുടുംബജീവിതം അല്ലല്ലോ, അത് നിങ്ങൾ ഓളെ കൂടെ കുറേ കാലം ജീവിച്ച് നിങ്ങൾക്ക് കൂട്ടിനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ ബിസിനസ് പൊളിഞ്ഞാലും ഇടിഞ്ഞാലും ഒരു കൊണ്ടടക്കല്ലെന്ന് ചോദിച്ചപ്പോൾ അതൊന്നുമില്ലടാ തന്നെ സംസാരം അവിടെ നിർത്തി. പലരുണ്ട്, ഒരു മോനേ ഉള്ളൂ. ആ ഒരു മോന് പലരും അവസ്ഥയിലിട്ട് പറഞ്ഞു. ചില ആൾക്കാർ തന്നെ നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാർ പറഞ്ഞു ഒരു മോനുള്ളൂ ഉണ്ടാവുള്ളൂ. ആ മോനാണ് പെണ്ണുങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നത്. പ്രസവത്തിന് മാത്രം ഉമ്മാനെ കൊണ്ടുവരുന്ന ടീമാണിത്. ഒന്ന് എങ്ങായ ഇജായ എൻ്റെ പാടായി, എന്തിനാണ് മറ്റുള്ളവരുടെ വിഷയത്തിലേക്ക് ഇടപെടുന്നത്? നിങ്ങളെ ഇക്കോൾ നിങ്ങൾ അടിച്ചു പൊളിച്ചോളി.